പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. 27-ാം സങ്കീർത്തനം 14-ാം വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. സങ്കീർത്തനങ്ങൾ സ്തുതികളാലും സ്തോത്രഗീതങ്ങളാലും എഴുതപ്പെട്ട ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് സ്തോത്രം ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന, നമുക്കും മനസ്സിലാക്കിച്ചു തരുന്ന ഒരു വചനഭാഗമാണ് ഇന്നു പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായത്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പലപ്പോഴും നാം പലരെയും ധൈര്യപ്പെടുത്തുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ധൈര്യമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. പലപ്പോഴും പല വിഷയങ്ങളാൽ പലരും ഭാരപ്പെടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാനും പ്രത്യാശ നൽകുന്ന വചനങ്ങൾ പകരാനും സാധിക്കുമ്പോൾ നമ്മുടേതായ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ, യഹോവയിൽ തന്നെ പ്രത്യാശ വയ്ക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന മണ്ഡലങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. സ്വന്തം അനുഭവത്തിൽ കൂടെ ദൈവഭക്തനായ ദാവീദ് വളരെ വ്യക്തമായി അവിടെ വിളിച്ചു പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പല തിക്ത അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും കർത്താവിൽ പ്രത്യാശ വയ്ക്കാതെ മനസ്സ് മരവിച്ചു പോകുന്ന ഒരവസ്ഥയിൽ, മനസ്സ് മടുത്തു പോകുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന് പരിശുദ്ധാത്മാവെന്ന് വളരെ വ്യക്തമായി പറയുന്നു, യഹോവയിൽ പ്രത്യാശ വയ്ക്ക്, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതമേ, ദൈവസന്നിധിയിൽ പ്രത്യാശ വെച്ച് ധൈര്യമായിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ സാധിക്കും? ഹല്ലേലൂയ. പലപ്പോഴും നാം ധൈര്യപ്പെടുത്തുമ്പോൾ സ്വയം ധൈര്യപ്പെടുവാൻ പലപ്പോഴും നാം സാധിക്കാതെ വരുന്നു, അല്ലേ? പക്ഷേ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമായ ഘടകമാണ്. ദൈവസന്നിധിയിൽ ചേർന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യ ഘടകം തന്നെയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വലിയൊരു ബന്ധത്തിൽ കർത്താവുമായിട്ടുള്ള കണക്ഷനിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിയിൽ സ്തോത്രം പ്രത്യാശയോടെ ധൈര്യമായി വചനം വായിച്ച് ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പല തിക്ത അനുഭവങ്ങൾ, പ്രതികൂലങ്ങൾ, നാം ചിന്തിക്കാത്തതായ അവസ്ഥയിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരുന്നത്. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവയിൽ പ്രത്യാശ വെച്ച് ധൈര്യമായിരിക്കുക. ബൈബിളിൽ നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ മതിൽ പണിയോടനുബന്ധിച്ച് നെഹമ്യാവായിരിക്കുമ്പോൾ ആ ദൈവദാസനെ പേടിപ്പെടുത്തുവാൻ ചില ആത്മീയർ പോലും സ്തോത്രം വളരെ പരിശ്രമിക്കുമ്പോൾ അവർ പ്രവാചകന്മാരുടെ വേഷത്തിലും വലിയ നവീകരണ വീരന്മാരുടെയും നവോത്ഥാന വീരന്മാരുടെയും വേഷത്തിലും നെഹമ്യാവിനെ സമീപിച്ചതായി നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയും. സഭയുടെ നന്മയ്ക്ക് എന്ന നിലയിൽ നെഹമ്യാവ് സംസാരിച്ചതായി നമുക്ക് കാണാം. നെഹമ്യാവ് അവരവിടെ എന്താ ചെയ്യുന്നതെന്നുള്ള തന്ത്രം മനസ്സിലാക്കി താൻ ഒഴിഞ്ഞു മാറി നിന്നപ്പോൾ, ഹല്ലേലൂയ, നിന്നെ കൊല്ലുവാൻ വരുന്നു എന്ന് ഭീഷണി അയക്കുവാനിടയായി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? എന്നെപ്പോലത്തെ ഒരുത്തൻ ഓടിപ്പോകുമോ? അതെ, സ്വയം ധൈര്യപ്പെടുത്തുവാൻ ഇന്ന് ഈ സമയത്ത് നമുക്ക് സാധിക്കുമോ? യെസ്, പറ. കർത്താവിൽ ധൈര്യപ്പെടുകുഞ്ഞേ, യഹോവയിൽ പ്രത്യാശ വയ്ക്ക്, ധൈര്യമായിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, എന്നെ കേൾക്കുന്ന ജീവിതമേ, നീ സ്വയം ധൈര്യപ്പെട്ട് പ്രാർത്ഥിക്കുക, ധൈര്യപ്പെട്. ഹല്ലേലൂയ. എത്ര പേരോ എഴുന്നേൽക്കട്ടെ, എത്ര തന്ത്രങ്ങൾ മെനയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എത്ര തന്ത്രങ്ങൾ നിനക്കെതിരെ കടന്നു വന്നാലും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശ വയ്ക്കുന്ന ജീവിതമേ, നീ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. നിന്റെ ഹൃദയം യഹോവയിൽ പ്രത്യാശ വെച്ച് ധൈര്യമായിട്ട് ഉറപ്പായിട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി നിന്നിൽ കൂടെ വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, പല ഘട്ടങ്ങളിൽ കൂടെ ദൈവം കടത്തിവിടുമ്പോൾ, കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനത്തോടെ ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രത്യാശയോടെ ധൈര്യമായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തി ജീവിതങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.